ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പഴയൊരു ബോഡി എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ക്രാച്ച് ആയിട്ടുള്ള ഭാഗത്ത് നമ്മളിതാ ഇതുപോലെ ഗമ്മ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത പേപ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പഴയ ബുക്കിലുള്ള പേപ്പേഴ്സ്, അങ്ങനത്തെ പേപ്പർ എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് എൻ്റെ കയ്യിൽ നിന്ന് പിന്നിപ്പോയൊരു ബുക്കിലെ പേജാണ്. അപ്പോൾ അതിലെന്തൊക്കെ കറായിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എന്താക്കി, ആ പേപ്പർ എന്താക്കി നേരെ ഇതിലേക്ക് എടുത്ത്, എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. ആ വരയുള്ള ഭാഗം ഞാൻ ഉള്ളിലേക്ക് ആക്കിയിട്ട് വരല്ലാത്ത ഭാഗമാണ് നമ്മൾ പുറമേലേക്ക് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതാ ഇതിങ്ങനെ പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ, എൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്ക് കളർ ചെയ്യാനും പെയിൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓളിങ്ങനെ എല്ലാ സ്കെച്ചും പെന്നൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നത് കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല, ഓൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഇതിലിട്ടിട്ടാട്ടോ ഓൾ കൊണ്ടെടുക്കൽ ഓളെ പെന്നും പെൻസിലൊക്കെ. അപ്പോൾ ഞാനിത് അതും വാങ്ങിയിട്ട് 3 പീസാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം ഒരു ഹാർഡൊക്കെ ഉണ്ട്. ഞാനൊരു ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുട്ടികൾ ആരും ഇതിങ്ങനെ വെച്ച് ചെയ്യരുത് കേട്ടോ, ചിലപ്പോൾ തെന്നി മാറി കൈയൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയവരോട് ആരോടെങ്കിലും ഒന്ന് മുറിച്ച് തരാൻ പറയട്ടോ. ഇനി ഇതാ ഇതുപോലെ ഞാൻ കുറേ എഴുതി വെച്ചിട്ടുള്ള പഴയ പേപ്പേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇതാ നമ്മൾ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ട് ഇതാ ഗം ചെയ്തിട്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ വലിയ വലിയ പേപ്പേഴ്സ് ഒന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ചുരുട്ടിയിടുക. ഇതുപോലെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു എളുപ്പത്തിലൊരു ട്രിക്കാട്ടോ. നമ്മളിതാ ഇതിന് അനുസരിച്ച് അളവെടുത്ത് ചെറുതാക്കി മുറിക്കേണ്ട ആവശ്യമില്ല. ഇതാ ആ ഒരു ഭാഗം സൈഡിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ലെവൽ കിട്ടും നമുക്ക്. ഇനി ഓരോ ഭാഗങ്ങൾ നമ്മളവിടെ ഒട്ടിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഒന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് പീസുകൾ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ഒരു പ്രാവശ്യം ചുരുട്ടിയാലും മതി. അപ്പോൾ ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതാ ഇതുപോലെ നമ്മൾ 3 ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്തിന് മാത്രമേ അടിഭാഗം ബേസുള്ളൂ, മറ്റ് 2 ഭാഗം ഓപ്പണാണ്. ഇനി നമ്മളിതാ ഇതുപോലെ ഈ ഒരു ഇതിലേക്ക് ബോർഡിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഈ പശ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഫുള്ള് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. വേറെ ഗ്ലൂ സ്റ്റിക്കോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഈ പശ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു ദിവസം മുഴുവനും നമ്മളിതൊന്ന് ജസ്റ്റ് ഉണങ്ങാൻ വിട്ടാൽ മതി. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് പരിപാടി കഴിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലിട്ടേക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.